ഡിയർ ലേണേഴ്സ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA സോഷ്യോളജിയുടെ അസൈൻമെൻ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടുവാൻ കഴിയും. ഈ അസൈൻമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ അസൈൻമെൻറ്റ് എഴുതിയത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണിച്ചു തരാം. അസൈൻമെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. ഇതാണ് എൻ്റെ അസൈൻമെൻറ്റ്. 2 അസൈൻമെൻറ്റ് വീതം ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ വെക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ്, മറ്റൊന്ന് അനലിറ്റിക്കൽ. ഇനി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫേസിംഗ് ഷീറ്റ് ആണ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം 1 ആണ് വെക്കേണ്ടത്. ആ പേജിൽ നിങ്ങളുടെ പേര്, എൻറോൾമെൻറ്റ് നമ്പർ, നിങ്ങളുടെ പ്രോഗ്രാം, അതായത് MA സോഷ്യോളജിക്കാരാണെങ്കിൽ MA സോഷ്യോളജി എന്ന് കൊടുക്കുക. നിങ്ങളുടെ സെമസ്റ്റർ, കോഴ്സ് കോഡ്, അതുപോലെ കോഴ്സ് ടൈറ്റിൽ, അതായത് ഏതാണ് വിഷയമെന്ന് കൊടുക്കുക. ആ ബുക്കിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. അതായത് ഇന്ത്യൻ സോഷ്യോളജി ആണെങ്കിൽ ആ നെയിം കൊടുക്കുക. നിങ്ങളുടെ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റർ, അതായത് നിങ്ങളുടെ LSCയുടെ നെയിം കൊടുക്കുക. അതുപോലെ നിങ്ങൾ ലാസ്റ്റ് വരുന്നതാണ് നിങ്ങളുടെ പേരും ഒപ്പം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഫേസിംഗ് ഷീറ്റിൽ നൽകേണ്ടതാണ്. ഇനി സെക്കൻഡ് പേജ് നമ്മൾ വെക്കേണ്ടത് അസൈൻമെൻറ്റ് എന്ന് എഴുതിയ ഒരു പേജാണ്. അതിൽ നിങ്ങളുടെ പേര്, എൻറോൾമെൻറ്റ് നമ്പർ, ക്ലാസ് ആൻഡ് കോഴ്സ്, അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേര്, അതിൻ്റെ കോഡ്, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കണം. ഈ പേജ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. പക്ഷേ ഞാൻ ഇത് ഇവിടെ എഴുതി തയ്യാറാക്കിയതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. വേണമെങ്കിൽ അത് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ A4 ഷീറ്റിൽ എഴുതി തയ്യാറാക്കാം. അവിടുത്തെ പേജാണ് ഇൻഡെക്സ്. അത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നൽകിയാൽ മതി. ഇതിൽ കണ്ടൻറ്റ്, പേജ് നമ്പർ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള പേജിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടത്, അതായത് ടോപ്പിക് പേജ്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പേജിൻ്റെ ആദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഏതാണോ അത് നമ്പറിട്ട് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. ശേഷം ആ പേജിലോ അടുത്ത പേജിലോ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എഴുതി തുടങ്ങാം. ഞാൻ 2 പേജിലായിട്ടാണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് ഒത്തിരി വലുതാക്കി അല്ലെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും ആമുഖം എഴുതരുത്. ഒന്ന് ചെറുതായിട്ട് സാധാരണ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട്, അതായത് നമ്മുടെ എസ്സേയിൽ എന്താണ് ടോപ്പിക്ക്, എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്ന് കൊടുത്തിട്ട് ഷോർട്ടായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തിയറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തിയറി എന്താണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്നൊക്കെ ഉൾപ്പെടുത്തി എഴുതുക. ആ അസൈൻമെൻറ്റിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ആ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കുക നിർബന്ധമാണ്. ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ മനസ്സിലായിരിക്കണം നിങ്ങൾ എന്താണ് അസൈൻമെൻറ്റിൽ നൽകാൻ പോകുന്നത് എന്ന്. അങ്ങനെ ക്ലിയർ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇനി അടുത്ത പേജിലായിട്ടാണ് നിങ്ങളുടെ ബോഡി പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ബോഡി പാരഗ്രാഫ് മാത്രമായിട്ട് 12 പേജ് വേണം. അതായത് അതിൽ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും റഫറൻസ് പേജും കൂടാതെ 12 പേജ് നിങ്ങൾ എഴുതേണ്ടതുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം. കാരണം ബോഡി പാരഗ്രാഫിനാണ് കൂടുതൽ മാർക്ക് വരുന്നത്. അതായത് 15 മാർക്കിൽ 6 മാർക്ക് വരുന്നത് ബോഡി പാരഗ്രാഫിനാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്ത്യൻ സോഷ്യോളജിയിലെ MS ശ്രീനിവാസ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് പിൻ പോയിൻറ്റ് ആൻഡ് ഡെപിക്റ്റ് എ ഫ്യൂ റീജിയണൽ കൾച്ചറൽ സ്പെഷ്യലൈസേഴ്സ് ബേസ്ഡ് ഓൺ ശ്രീനിവാസ് വർക്കാണ് റിലേറ്റഡ് ടു ഇന്ത്യൻ സ്ട്രക്ചർ ആൻഡ് മൊബിലിറ്റി. ഇതായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. ഇവിടെ ഞാൻ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എഴുതിയിട്ടുണ്ട്, കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദ വില്ലേജ്, അതുപോലെ സോഷ്യൽ ചേഞ്ച്, മൊബിലിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ബോഡി പാരഗ്രാഫിൽ എഴുതുമ്പോൾ സബ് ഹെഡിങ് കൊടുക്കണം. അതുപോലെ ക്വസ്റ്റ്യനിലെ എല്ലാ കാര്യങ്ങളുടെയും ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ നൽകേണ്ടത്. അതുപോലെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പെൻസിൽ ഉപയോഗിച്ച് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ പാരഗ്രാഫ് കറക്റ്റായിട്ട് സ്ട്രക്ചേർഡായിട്ട് തിരിക്കണം. പാരഗ്രാഫ് തിരിച്ചെഴുതുക, ക്ലിയർ ആയിട്ട് എഴുതുക. പിന്നെ പേജൊക്കെ നീറ്റായിട്ട് ബോർഡറൊക്കെ കൊടുത്ത് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ബോഡി പാരഗ്രാഫ് പോവേണ്ടത്. ഇനി അടുത്ത പേജിലാണ് നിങ്ങൾ കൺക്ലൂഷന് കൊടുക്കേണ്ടത്. പിന്നെ അവസാനമായിട്ടാണ് റഫറൻസ് പേജ് കൊടുക്കുക. നിങ്ങൾ ഏതൊക്കെ സൈറ്റിൽ കയറിയിട്ടുള്ളത്, പിന്നെ ഏതൊക്കെ പേജാണ് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ റെഫർ ചെയ്തത്, അതെല്ലാം റഫറൻസിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ബുക്സിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബുക്സിൻ്റെ നെയിം, ഓഥറിൻ്റെ നെയിം, ഇയർ ഇവയൊക്കെ കൊടുക്കണം. MLA ഫോമിലാണ് അത് കൊടുക്കേണ്ടത്.
ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഓതറിൻ്റെ നെയിം കൊടുക്കുക, സെക്കൻഡ് ബുക്കിൻ്റെ നെയിം കൊടുക്കുക, പിന്നെ അതിൻ്റെ പ്ലേസ്, പിന്നെ പബ്ലിഷർ ഒക്കെ, പിന്നെ ലാസ്റ്റ് അതിൻ്റെ വർഷമാണ് കൊടുക്കേണ്ടത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താണ് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ.